കോമണ്ണൻ കല്യാണം കഴിയുന്നവരെ എന്നോടൊത്ത് താമസിക്കണം. നമുക്ക് വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാം. പെൺകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന കോമക്കുറുപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ കുറെ പുളിക്കും. അപ്പൊ തന്നെ ഓപ്പറേഷൻ സംസാരിക്കാൻ ഏഴ് കോപ്പിൽ അനിയൻ. ഒരുത്തൻ കയറി വർത്താനം പറയുന്ന നിനക്ക് ഇവരുടെ ചേട്ടനുമല്ല ഞാനുമല്ല. ചേട്ടന്റെ മുഖത്തേക്ക് അല്ലെന്ന് പറഞ്ഞു ഞാൻ അടിക്കണ്ടേ? ഇവരെ കണ്ട് വളം കൂട്ടല്ലേ? വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. പപ്പിന് വിളി ഇത്രയും വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിൽ അനിയന്റെ അയ്യോ അണ്ണാ, യവന്മാരെ എങ്ങനെ വിട്ടാ പറ്റൂല. അങ്ങനെ വിട്ടാ പറ്റൂല. ഹലോ, ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ, കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് തന്നെ കൂടെ പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ ആം സോറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനും അന്തസ്സിനും ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. നമസ്കാരം. ഹലോ 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 ഹലോ. ഇവനെ ആളല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന. ഇവനെ എന്ത് ആ ലക്ഷ്മി വന്നിരുന്നു. എപ്പോ? പറയാം, വരൂ. അകത്തൊരുപാട് ജോലിയുണ്ട്. ചായ. ചായ. കൃഷ്ണ, നീ കുടിച്ചോ? അണ്ണം കുടി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്ക്, നീ എന്നെ അതിഥിയാക്കണം. കോമണ്ണൻ അങ്ങനെ വിചാരിക്കരുത്. എന്റെ കൈ കൊണ്ട് ഞാൻ എത്ര നാളായി കോമണ്ണൻ ഒരു ചായ ഇടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കുടിയണ്ണ കുടി. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഓ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ. എടാ, നിന്റെ പേരിൽ ഓരോരോ കേസ് കൊടുക്കുമ്പോഴും എന്റെ മനസ്സ് നീറുന്നുണ്ടായിരുന്നതാ. അണ്ണന്റെ നീറുമെന്ന് എനിക്കറിയാം. കലികാലമായതുകൊണ്ട് തോന്നിയതാണ് അണ്ണ. അണ്ണ, എന്റെ കഷ്ടകാലം എല്ലാം മാറി. അല്ലെങ്കിൽ എന്റെ മോളെ ഇങ്ങനൊരു ചെറുക്കൻ കെട്ടുവോ? അല്ല കൃഷ്ണ, അവൻ ഈ അമേരിക്കയിൽ എന്താ ജോലി? അയ്യോ, അവിടത്തെ എല്ലാത്തരം ബിസിനസ്സുകളും അരച്ചി അലക്കി കുടിച്ചവനല്ലേ അവൻ. എന്ത് കലക്കി കുടിച്ചിരുന്നാ? കണ്ടിട്ടൊരു മിടുക്കനാണ്. അത് അണ്ണൻ അമേരിക്കയെ പറ്റി അറിഞ്ഞിടാത്തോണ്ടാണ്. അവൻ നമ്മളെ പോലെ മിടുക്കനാണെന്ന് വീമ്പടിച്ചോണ്ട് നടക്കണവനല്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അണ്ണന്റെ മോളെ കെട്ടാൻ പോണവൻ സത്യത്തിൽ വക്കീലല്ലേ? നിനക്കെന്താ ഡൗട്ട്? അവന്റെ ഒരു വകുപ്പും നിയമങ്ങളും കേൾക്കുമ്പോ ഞാൻ തന്നെ ധരിച്ചിരുന്നു പോവാ. അതുകൊണ്ടായിരിക്കും ഒരു കേസ് ഇതുവരെ ജയിക്കാത്ത. നിന്റെ ആ ചൊക്കില് അമേരിക്കക്കാരനെ പോലെയല്ല അവൻ. എടാ, അവനെ കണ്ട അവന്റെ മുഖം തന്നെ അവിടെ എന്തൊരു ഐശ്വര്യ. ഒരു കള്ള ലക്ഷണം. അവന് തന്തയും തള്ളേ ഒന്നും. അവന് തന്തയും തള്ളയിലേക്ക് നിനക്കെന്താ നഷ്ടം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഞാനും തന്റെ കാര്യം നോക്കിയാൽ മതി. ഞാൻ എന്റെ കാര്യം തന്നെ നോക്കുന്നത്. നിന്റെ കാര്യം നോക്കാൻ വന്നു. എന്റെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കാര്യമല്ലേ നോക്കിയത്? അത് നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. പിന്നെന്താ? ഓടെ നക്കി, ഓടെ നാറി, എന്റെ കപ്പ്, എന്റെ കപ്പ് നിന്നെ കൊല്ലും. മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിസ്റ്റർ കുറപ്പ് വല്ല വിവരമുണ്ടോ? ആവശ്യമില്ല, രണ്ടുപേരും സംസാരിക്കരുത്. ഒന്ന് അടങ്ങിയതാ, പിന്നെയും തുടങ്ങിയ പഴയ തറ സ്വഭാവം. അതായത് ഇതെന്ത് പറ്റി രണ്ട് മോണ്ടെ നിർമ്മിച്ചോണ്ട് നിൽക്കുന്നത്? ഇവര് പിന്നെയും തുടങ്ങിയ പഴയ സ്വഭാവം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യത്തിന് കൊനിഷ്ഠ ഇപ്പോഴേ ഉണ്ട്. അതിന്റെ മേലെ നിങ്ങളും തുടങ്ങിയാൽ സംഗതി ആകെ കൊളാവും. ഒന്നും പേടിക്കണ്ട, പപ്പൻ കുരുക്കൾ ഇപ്പൊ വരും. എന്തിന്? IPC 203 വകുപ്പിൽ ഒരു ഖണ്ഡികയുണ്ട്. വേണ്ടി വന്നാൽ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിർത്താമെന്ന്. ഒന്നല്ല, 2 പാമ്പുകളെയാണ് നമ്മൾ നോവിച്ചു വിട്ടിരിക്കുന്നത്. ആ കാവാലികന്മാരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്.
അതാ വരുന്നു കേരളപുത്രൻ. നമസ്കാരം. നമസ്കാരം. ഇയാൾ ആര്? വടക്കൻ കേരളത്തെ മുഴുവൻ കിട്ടുകിട്ട വിറപ്പിച്ച ഭയങ്കരനായ അഭ്യാസി പപ്പൻ ഗുരുക്കൾ. എന്റെ അങ്കിൾ കൃഷ്ണക്കുറുപ്പ്. പുള്ളി ഒരു ചില്ലറ കളരി അഭ്യാസിയാണ്. ഓഹോ, ഏത് മുറയാ? അങ്ങനൊന്നുമില്ല. നാളെ കല്യാണം കഴിയുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. ആ ഡ്രൈവർ ഒരു മഹാ തല്ലിപ്പൊളിയാണ്. അവൻ എന്റെ മുഖത്ത് നോക്കി പറയുക അവനാണ് അമേരിക്കക്കാരനെന്ന്. അയ്യോ, ഞാനീ തവാങ് കുഞ്ഞിനെ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? അതൊന്നും സാരമില്ല അങ്കിൾ. രാത്രി നേരത്തെ അവൻ വന്നാൽ ഈ പപ്പൻ കുരുക്കൾ അവനെ അടിച്ചിടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കും. അവൻ അരച്ചു പിഴിഞ്ഞ് നാളത്തെ സദ്യക്ക് വിളമ്പും. ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജകേ മനമേ ഭജ ഗോവിന്ദം ഭജകേ മനമേ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജകേ മനമേ ഭജ 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 ഗോവിന്ദം ഗോവിന്ദം ഭജ 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 ഗോവിന്ദം ഭജ 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 ഭജ. കള്ള ലക്ഷണമുള്ള കുറെ താടിക്കാര്. കൃഷ്ണ, ഇവരെല്ലാം തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? ഹലോ. ഭക്ഷണം വല്ലതും കിട്ടുമെന്ന് കരുതിയായിരിക്കും. ആ, എവിടുന്ന് ആളാവോ എഴുന്നള്ളി. ശിക്ഷ, കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒരു സ്ഫോടനമുണ്ടായി. ഗഹനവും നിർലോഭവുമായ ആ കാന്താരവിന്ദത്തിന്റെ ഊഷ്മാവിൽ ഒരു നികുംബില പാഞ്ഞുപോയി. ഇത് അല്പം വശപ്പശകാണല്ലോ. പോയി ശകുനം മുടക്കി. സ്വാമികൾ കൽപ്പാന്തകാലത്തിന്റെ ആന്തോളനത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗുരു അരുളി ചെയ്തു. ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ ഖണ്ഡത്തിൽ ഊരാക്കുടുക്ക് വീഴാൻ പോകുന്നു എന്ന്. സംഭവാമി യുഗേ യുഗേ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഭജ 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 ഭജ. സിനിമ നമുക്ക് വർജ്യം. നിങ്ങളുടെ കൺപെൺമണികളുടെ ശിലാഫലകത്തിൽ നമുക്ക് നേരിട്ട് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. ഉടനെ യാത്ര തിരിക്കാനുണ്ടായത്. എവിടെ ആ കുരുന്ന കിളികൾ? ഇതുപോലെയാണ് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പെമ്പിള്ളേരെ പോക്കൃത്തരം പറയരുത്. അതെ, ഞാൻ നോക്കട്ടെ. പണ്ടൊക്കെ നീ ഇത് കാണിച്ച് കുറെ നാട്ടുകാരെ പറ്റിച്ച്. ഇനിയോ നടക്കൂല. ഈ വാദ്യക്കാരി പിള്ളേർ അണ്ണൻ ഏർപ്പാടിയതാണോ? വാദ്യോ? ഞാനോ? എന്താ കൃഷ്ണ, വാദ്യക്കാരി പിള്ളേരെ തന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാ. മിക്കവാറും ഹിന്ദി പടത്തിലൊക്കെ അവസാനം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാ? താൻ പിന്നെയും തുടങ്ങി. ഇനി ഒന്നും നോക്കണ്ട ആടി. സർദാർ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തങ്കമുണ്ട്. അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. സർദാർ കൃഷ്ണകുറുപ്പിന്റെ വീട് സാർ. വീട്ടിന് ചുറ്റും മുണ്ടാണ് സാർ. ആരോടാ സർദാർ കൃഷ്ണകുറുപ്പ്? അണ്ണാ, ഞാനാ സർദാർ കൃഷ്ണകുറുപ്പ്. എന്താ വേണ്ടേ? അക്കരെ നിന്നൊരു മാരൻ എന്ന പടത്തിൽ അതേ രംഗം. ഇൻസ്പെക്ടർ വേഷവും കെട്ടിക്കൊണ്ട് വന്നാൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും. തങ്കം എവിടെ ചോദിച്ചത്? തങ്കോ സ്വർണ്ണമൊക്കെ ഇവിടെ ഉണ്ട്. തടി കേടാക്കാൻ പോടേ. എന്ത്
പോലീസിന്റെ പരാജയം ആഭ്യന്തരമന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും. പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും. മന്ത്രിസഭ തന്നെ ഇളകെന്ന് വരും. അതുകൊണ്ട് പോലീസിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം. അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക. ഇത് മന്ത്രിസഭയെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ്. യെസ് സർ. പാർട്ടി ഫാളിൻ. അപ്പോ നേരത്തെ കിട്ടിയ പോരായിരിക്കും അല്ലെ? പാർട്ടി പൊസിഷൻ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണ് നല്ലത്. ഓമണ്ണ, എന്താ ചെയ്യാ? യവന്മാരി മൈക്കും തോക്കും ഒക്കെ എവിടെ നിന്ന് ഒപ്പിച്ച്? അത് വേണ്ട ഗുരുക്കളെ. പറയണം സർ. അവസാനമായി പറയുകയാണ്, മര്യാദയ്ക്ക് കീഴടങ്ങണം. നാണവും മാനവും ഇല്ലാത്ത ഇവന്മാരെ കൂടെ ചേർന്ന് പറഞ്ഞ ജീവിതം പാഴാക്കണ്ട. ഇനിയും അധികം നേരം പറഞ്ഞ് ചലിച്ചാൽ നിന്നെയൊക്കെ അടിച്ചു കൊന്ന് ഉച്ചത്തിൽ കെട്ടി തൂക്കും. ശരി, എന്നാൽ ഒരുങ്ങിക്കോ. ഇനി എന്താന്ന് ഒരുങ്ങാൻ? അപ്പം കുടിക്കളെ അടിച്ചു പിരി.
ഇങ്ങോട്ട് മാറിയില്ലേ ഇനി പറടാ തങ്കം ഇവിടെ അകത്തുണ്ടാവും സാർ. ഏകത്ത് അകത്ത് നോക്കില്ലേ? നോക്കി സാർ, തങ്കമില്ല. ആ എന്തിനാണ് സാർ തങ്കത്തിനെ അന്വേഷിക്കുന്നത്? കള്ളക്കടത്ത് സാധനങ്ങൾ അന്വേഷിക്കുന്നത് എന്തിരുന്നോ? അയ്യോ, കള്ളക്കടത്തല്ല, 4 പേര് അറിയെ കൊണ്ടുവന്നാണ്. മര്യാദയ്ക്ക് പറയാം. തങ്കം എവിടെ നിന്നാ ചോദിച്ചത്? സാർ, ഇതാണ് തങ്കം. ഈ സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ ഭാര്യ തങ്കം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ശോഭയുടെ അമ്മ തങ്കം. നീ അല്ലടാ പറഞ്ഞു ഇവിടെ തങ്കം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്? സാർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സാർ. തങ്കം എന്ന് പറയുന്ന സ്ത്രീയെ ഗൂണ്ടകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അതിനെ സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നതാണ്. തങ്കം എന്ന് കേട്ടോടനെ സാർ ചാടി ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങളുടെ കല്യാണം നടക്കണമെങ്കിൽ ശോഭയുടെ അമ്മയുടെ അനുവാദം വേണമായിരുന്നു. റൗഡികൾ അത് തടഞ്ഞപ്പോ ഞങ്ങൾ പോലീസിന്റെ സഹായം തേടി, അത്രേ ഉള്ളൂ. സർ, 18 കഴിഞ്ഞ ഒരു പെണ്ണിനും 21 കഴിഞ്ഞ ഒരു ആണിനും തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിക്കും. ഇവർ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും. സാറ് അതിന് ഞങ്ങളെ സഹായിക്കണം. ആളാ പറയുന്നത്? സ്നേഹിക്കുന്നവർ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത്. കാലുമാറി ഇപ്പൊ തീരുമാനിക്കണം. കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രതികൂലിക്കുന്നുവോ അനുകൂലിക്കുന്നുവോ? അനുകൂലിക്കുന്നവർ കൈപൊക്കണം. പൊക്കണം. നമ്മളായിട്ട് എന്തിനു പൊക്കാതിരിക്കണം? ചുമ്മാ പൊക്കടേ.